ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ വേറെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഒരുപാട് റീൽസുകൾ നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല അടിപൊളി റീൽസുകൾ നല്ല വെറൈറ്റിയിലൊക്കെ നല്ല സ്റ്റൈൽ ആൻഡ് ലെവലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ അതിന് നമുക്ക് പെയ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ വാട്ടർമാർക്ക് അവിടെ വരും. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒറിജിനൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലിൻ്റെ അതേ ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇത് ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡും ഐഫോണും അതിലുണ്ടാവും. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്ലേ സ്റ്റോറിലുള്ള ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഇവിടെ ഉണ്ട്. ഇതാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ അത് എങ്ങനെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. അതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ അതിന്മേൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇതിൽ ആഡ്സൻസ് വരും. ഡൗൺലോഡ് ആവാൻ വേണ്ടി ഉള്ള അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് നടക്കുന്നുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്ത് നമ്മൾ ഫിലിമോറൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ടെമ്പിൾസ് അവിടെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അതിലുള്ള ടെമ്പിൾസുകൾ ഉപയോഗിച്ചിട്ട് അതേപോലെ ഒരുപാട് വീഡിയോസുകൾ അവിടെ കാണാം. ആ സെയിം ടെമ്പിൾസ് വെച്ചിട്ട് നമുക്ക് അതേപോലത്തെ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ടെമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു പെർമിഷൻസ് ഉണ്ടാവും ഗാലറിയിലേക്ക് പ്രവേശിക്കാനുള്ളത്. അത് അലോ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ അവിടെ സെലക്ട് ചെയ്യുക. ഏതൊക്കെ ഫോട്ടോസ് വേണം, ഒരു 4-5 ഫോട്ടോസുകൾ അവിടെ ചെയ്യാനുള്ള ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് എത്ര ഫോട്ടോസുകൾ അവൈലബിൾ ആണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ലോഡാവും. ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസ് അവിടെ ഉണ്ടായിട്ടുള്ള അതേ സെയിം വീഡിയോസിൻ്റെ മോഡലിൽ തന്നെ നമുക്ക് ഫോട്ടോസ് ക്രിയേറ്റ് ആകുന്ന നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഫോട്ടോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസുകൾ നല്ല അടിപൊളി മോഡലിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് റീൽസും ഏത് ഫോട്ടോസുകളും വെച്ചിട്ട് നമുക്ക് റീൽസായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പാട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിന് അവിടെ എക്സ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ ഗാലറിയിലേക്ക് സേവ് ആവും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇതിലുള്ള ഒരുപാട് ടെമ്പിൾസുകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോസുകൾ വെച്ചിട്ട് വേറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് പുറത്തുനിന്നൊരു വീഡിയോസ്, അതായത് യൂട്യൂബിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ വീഡിയോസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ, അതായത് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ടാകുന്ന വീഡിയോസ് തന്നെ 16:9 ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് 9:16 മാറ്റി നല്ല വലുപ്പത്തിൽ വലിയ വീഡിയോസുകളാക്കിയിട്ട് റീൽസാക്കി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂട്യൂബിൽ നിന്ന് എവിടെ നിന്നൊക്കെ എടുത്ത വീഡിയോസ് എടുത്തിട്ട് നമ്മൾ വലിയ വീഡിയോ ആയിരിക്കും അത് എടുക്കുക. അത് കട്ട് ചെയ്യണം ഫസ്റ്റ്. വലിയ വീഡിയോസ് ആണെങ്കിൽ കട്ട് ചെയ്യുക, ചെറിയ വീഡിയോസ് ആണെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഏതൊരു വീഡിയോ എടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു കോമഡി വീഡിയോ ഉണ്ട്, തൽക്കാലം അത് എടുക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്യുകയാണ്. ഇത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ജസ്റ്റ് ആ വീഡിയോൻ്റെ താഴെ കൊടുത്ത് ഇതിലേക്ക് ലോഡായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. ആ വീഡിയോൻ്റെ താഴെ കാണിക്കുന്ന ആ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ രണ്ട് ഭാഗത്തും 2 ആരോ മാർക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് ചെയ്താൽ ഈ ഭാഗത്ത് നിന്ന് കട്ടാവും, മറ്റേ ഭാഗത്ത് നിന്ന് ഇടത്തെ ഭാഗത്ത് ചെയ്താൽ ഇടത്തെ ഭാഗത്ത് കട്ടായി പോകും. അപ്പോൾ ഏതാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കട്ടാക്കിയിട്ട് കറക്റ്റ് ഏത് ഭാഗം വേണമെന്നുള്ളത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഭാഗവും ചെറിയൊരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. അപ്പോൾ 2 ഭാഗം കട്ട് ചെയ്ത് ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്കൊരു വലിയൊരു വീഡിയോ ആക്കി മാറണം. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് നല്ലൊരു വലുപ്പത്തിൽ
അതായത് ഏകദേശം 9.16 എന്നുള്ള ലെവലിൽ സ്ക്രീനാക്കിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് താഴത്ത് ക്രോപ്പ് എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണിക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റ് എടുത്തിട്ട് അതിനെ സൂം ചെയ്തിട്ട് എത്ര ഭാഗത്തേക്കാണ് വീഡിയോസിൻ്റെ ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് ഇത്ര മാത്രം മതി, മറ്റേ സൈഡൊന്നും ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക ഓക്കെ തന്നെയാണോ എന്നുള്ളത്. എന്നിട്ട് മുകളിൽ ടിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗത്ത് എക്സ്പോർട്ട് എന്നുള്ള ഭാഗം ഉണ്ടാവും മുകളിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവും. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ ഭാഗത്ത് ക്യാമറാൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ ഗാലറിയിലേക്ക് മാറ്റി വെച്ച വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആവശ്യത്തിന് നമുക്ക് സൂം ചെയ്തിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിഷ്ടം പോലെ ചെയ്താൽ മതി, വെക്കാം. എന്നിട്ട് നേരെ അപ്ലോഡ് കൊടുക്കുക. ഇത്ര സിമ്പിളായിട്ട് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഈ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.